സാർ നമസ്കാരം. കൊടുക്കരുത്. നമസ്കാരം. അതല്ല പേപ്പർ കൊടുക്ക്. സാറേ ഇത് തെറ്റാണ്. കംപ്ലീറ്റ് തെറ്റാണല്ലോ അവിടുന്ന് എഴുതി തന്നേക്കണേ. എവിടുന്ന്? ഇവിടുന്ന് തന്നെ നോക്കിയാ സാറേ. കണ്ട ഇത് ഇവിടുന്ന് ഇന്നലെ എല്ലാം ശരിയാക്കി തന്നതല്ലേ, പിന്നെ എന്തായാലും തെറ്റ്? സാറിന് മനസ്സിലായ? ഞാൻ ക്യാഷ് ചെയ്തതാണല്ലോ. ഇതിപ്പോ ഷീക്കേതല അല്ല, അയ്യോ ശീതളം കേന്നിട്ടേക്കാണ്. ആരിട്ട്? സാറ്. അല്ല ഇത് ആരാ ഇവിടെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തെന്ന് ആരാണ്? അത് ഞാനാണ്. ആണല്ലോ, നിങ്ങൾ ഫില്ല് ചെയ്ത അത് കണക്കിനാണ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തന്നേക്കണത്. അതെ, അപ്പൊ ഞാൻ എഴുതിയപ്പോ തെറ്റിയായിരിക്കും. ആയിരിക്കില്ല ആണ്. പിന്നെ ഞാൻ തെറ്റിച്ചെന്ന് പറഞ്ഞാൽ സാറിന് കുറ്റം പറഞ്ഞല്ല. അല്ല, പിന്നെ നിങ്ങളെ സംസാരം അങ്ങനെയാണല്ലോ. അല്ല സാറേ, ഞങ്ങൾ എഴുതിയപ്പോഴാണെങ്കിലും സാറ് എഴുതിയപ്പോഴാണെങ്കിലും തെറ്റാണല്ലോ. സാർ എഴുതിയില്ല, നിങ്ങൾ പൂരിപ്പിച്ച് തന്നനുസരിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇത് ഇവിടുന്ന് അറ്റസ്റ്റ് ചെയ്ത് തന്നത്. അതെ, ശരി. പിന്നെ ഞങ്ങൾ തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ അല്ല സാറേ, ഇതിപ്പോ എങ്ങനെയാണെങ്കിലും സംഭവം തെറ്റാണ്. തെറ്റിയിട്ടുണ്ട്. തെറ്റാണല്ലോ, നിങ്ങളുടെ തെറ്റാണല്ലോ, മിസ്റ്റേക്ക് നിങ്ങളുടെ ആണല്ലോ. അതെ, അത് സമ്മതിച്ചല്ലോ. അത് ഞങ്ങൾ സമ്മതിക്കാൻ ശരിയാണ്, പക്ഷെ തെറ്റാണല്ലോ. തെറ്റാണ്, നിങ്ങൾ ചെയ്താണ് തെറ്റ്. സാറെ സമ്മതിച്ച് സാറൊന്ന് ശരിയാക്കിട്ടാ. ഇതിപ്പോ ശരിയാക്കാൻ പറ്റൂല. അങ്ങനെ പറയല്ലേ സാറേ. ഈ ഓഫീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതേ സർട്ടിഫിക്കറ്റ് പിന്നെ 6 മാസം കഴിഞ്ഞ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായത്. നിങ്ങളൊരു കാര്യം ചെയ്യും, 1-ാം സൈൻ സർട്ടിഫിക്കറ്റ് മേടിച്ച് അതിലൂടെ അറ്റാച്ച് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കുക. ആണല്ലേ? എന്നാ തരണെന്താ സാറേ? ഇത് പച്ചക്കറികളിൽ വിൽക്കാൻ പറ്റുന്ന സാധനമല്ല, ചോദിച്ചോറ എടുത്തു തരാൻ. സാറേ, ഇത് എവിടുന്ന കിട്ടണെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ആ വാർഡ് മെമ്പറെ പോയി കണ്ട എന്താ ചെയ്യേണ്ടെന്ന് അവര് പറഞ്ഞുതരും. അത് മതിയല്ലേ? നിങ്ങൾക്ക് വാർഡിൽ മെമ്പർ ഉണ്ടാ? മെമ്പറെ അറിയാമോ? സതീശനാണ്. എന്നാ അയാളെ പോയി കാണും. ഇപ്പൊ ശരിയായി തരാം. ഹലോ, മന്മത. അതെ, അവിടെ ശീതളം എന്ന് പറഞ്ഞിട്ടൊരാൾ വരും. അയാളുടെ സർട്ടിഫിക്കറ്റിൽ എന്തോ ഒരു കറക്ഷൻ ഉണ്ട്, അതൊന്ന് ശരിയായി കൊടുക്കണം കേട്ടോ. അതെ, എൻ്റെ വാർഡിലുള്ള ആളാണ്. വേണ്ടപ്പെട്ട ആളാ. ഈയിടെ നിയമത്തിൻ്റെ കാര്യമൊക്കെ എനിക്ക് വിടുക, അത് നോക്കണ്ട. ആയിക്കോട്ടെ ചെയ്ത് കൊടുക്കും കേട്ടോ. ശരി. ആയിക്കോട്ടെ. എന്താടി? അപ്പൊ ഒരു കാര്യം ചെയ്യും, പഞ്ചായത്ത് പോയാൽ മതി, മന്മഥനായി ശരിയായി തരും. പറഞ്ഞാണ് ഇവിടെ വന്ന് നോക്കിയാണെന്ന്. അപ്പൊ ശരി, വളരെ സന്തോഷം. സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അത്ര വലിയ സന്തോഷമില്ല. എന്താണ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആർക്ക് വോട്ട് ചെയ്ത് മറ്റേൾക്കല്ലേ? പാർട്ടിയുടെ ഒരു വോട്ടായതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയാണ്. അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ എനിക്ക് വോട്ട് ചെയ്യണം. അയ്യോ, അത് പറ്റൂല. നമ്മള് പാർട്ടി മാറിയിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. അത് അങ്ങനെ പറയില്ലേട്ടാ. ആണോ? നമുക്ക് വേറെ എന്തെങ്കിലും പണി ഞാൻ ചെയ്യാം. എന്നൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ആ മന്മഥനെ വിളിച്ചിട്ട്. അയ്യോ, അങ്ങനെ പറയല്ലേ. വേണ്ട, ഞാൻ ചെയ്തോളാം. പാർട്ടി ഒരു പ്രാവശ്യം പാർട്ടി കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. കുഴപ്പമില്ല, വോട്ട് ഞാൻ ചെയ്തോളാം. പാർട്ടിയുടെ അടുത്ത് മെമ്പർ പറയാഞ്ഞാൽ മതി. ഏട്ടാ, ആരോടും പറയാഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. ഏട്ടാ, പറയല്ലേട്ടാ, മാറ്റി പറയല്ലേ. പോട്ടെ. ആയിക്കോട്ടെ. ശരി എന്നാ. ശരിട്ടാ. ശരി. അതെ, നാളെ കാണാന്ന്. നാളെ ലീവാ, നാളെയും മറ്റന്ന് ലീവാ. അതെ. ശരി, എന്നാ ഓക്കെ. ഇതിപ്പോ ആര് ലീവ് എന്നാണ് പറഞ്ഞത്? മന്മത, ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ നാളെയും മറ്റന്ന് ലീവാണ്. എന്താണ് സാറേ ഇത്? ഒരു ഓഫീസിലുണ്ട്, ഒറ്റണത്തിന് ഉത്തരവാദിത്തമില്ല. പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും ലീവാണ്. എനിക്ക് ലീവ് എടുത്തൂടെ? ഒരാഴ്ചത്തേക്ക് പഞ്ചായത്ത് ഓഫീസ് മുടക്കാന്ന് ബോർഡ് എഴുതി ഒട്ടിച്ചിട്ട് ഞാനും അങ്ങോട്ടെങ്കിലും പോകും. ഇടയ്ക്ക് മാത്രമല്ലേ ഉത്തരവാദിത്തമുള്ളൂ. സാറേ, എന്താ? ആധാർ കാർഡിലേ ഈ അഡ്രസ് ഒന്ന് മാറ്റണമായിരുന്നേ. അത് ഇവിടെ അല്ല, അക്ഷയയിലാണ്. അതെ, അറിയാം. അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ വന്നത്? അതെ, അവിടുന്നാണ് പറഞ്ഞത് ഇവിടുന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ആര് പറഞ്ഞു? അക്ഷയ് എന്ന് പറഞ്ഞു. ഇതിപ്പോ ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ആരാ പറഞ്ഞ്? ഇത് പുറത്തെ ഏതെങ്കിലും ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ കൊടുത്താൽ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇത് ഏതെങ്കിലും ഗെറ്റപ്പ് ഓഫീസറെ കാണിക്കേണ്ടതാണ്. അതിന് ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഇത് വലിയ ഉദ്യോഗസ്ഥരെ കാണിക്കേണ്ടതാണ്. അല്ല, പക്ഷേ എന്ന് പറഞ്ഞില്ലേ പഞ്ചായത്തിൽ കൊടുത്താ മതിയെന്ന്. സാർ പഞ്ചായത്തിൽ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞേ, അത് പഞ്ചായത്തിന് അതിനൊരു വാല്യൂ വേറെയാണ്. അതാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. രാജ സാറേ, പഞ്ചായത്തിന്റെ വില പറഞ്ഞല്ലോ. ഇപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ പുറത്തിരിക്കുക. 2 ദിവസം നിങ്ങൾ പുറത്തിരിക്കുവോ?
ഇല്ല. 2 ദിവസം പണി ഇല്ലല്ലോ സാർ, ഒന്ന് ഒപ്പിടാനാണ്. ഇപ്പൊ ഞാൻ ഇരിപ്പണ്ടല്ലോ. അല്ല ഞാനല്ല സാറേ. അല്ല സാറേ, ഒന്ന് ഒപ്പിട്ട് സാറ് ഒപ്പിട്ടാ പോരെ. സീലും ഉണ്ടല്ലോ, ഒന്നിങ്ങനെ കുത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോവാലോ. എടോ ഇതൊക്കെ ചെയ്യണം വേറെ ഉദ്യോഗസ്ഥരാണ്. ഇവിടെ സെക്രട്ടറി ഒക്കെ ഉണ്ട്, അവരെ ഒപ്പിടണ്ട. അതിന് സമയം എടുക്കും. സെക്രട്ടറി അപ്പൊ ഞങ്ങൾ എപ്പോ വരണം? അതെ, ഇപ്പൊ പറയാൻ പറ്റില്ല. ചിലപ്പോൾ 2 ദിവസം എടുക്കും, ചിലപ്പോൾ 3 ദിവസം എടുക്കും, ചിലപ്പോൾ 5 ദിവസം എടുത്തുന്നിരിക്കും. അറിയിക്കും നിങ്ങളെ എല്ലാം ആവുമ്പോ. തൽക്കാലം ഇപ്പൊ ഇവിടെ ഉള്ള സാറാരെങ്കിലും ഇട്ടാ പറ്റൂല അല്ലേ? അല്ല ഇല്ലല്ല, പറ്റൂലല്ലോ. പോയിട്ട് വരാന്ന. അതാ നല്ലത്. വാ, അതവിടെ ഇരുന്നോട്ടെ സാറേ. നല്ലൊരു കാര്യം താൻ കൊണ്ടുപോകും. അല്ല അത് വേണ്ട, ഞാൻ 2 ദിവസം വരുമല്ലോ. അതൊക്കെ ഭ്രാന്താണ് കൊണ്ട് എവിടുന്നാണ് പറഞ്ഞത്? ആ വന്നാൽ മതി. ഇവിടെ പൂട്ടിക്കും ഓഫീസ്. ഇരിക്കവിടെ നടന്നോലെ തന്നെ. നിർമ്മലേ, ഒരു ഫയല് ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു 20 കോപ്പി എടുത്ത് വെക്കിട്ടോ. ഇപ്പോൾ വേണ്ട, ഉച്ചയാകുമ്പോഴേക്കും മതി. ആ ശരിയായി, എല്ലാം ശരിയായി. ആ കിട്ടിയില്ലേ? ആധാറുണ്ട്. ശീതളൻ. ആ ഇപ്പൊ ശരിയായല്ലോ. ഇതെന്താ? ശീതളൻ ഞാൻ പറഞ്ഞതല്ലേ വെട്ടിത്തിരുത്ത് പാടില്ലാന്ന്. ഒന്നും വെട്ടിയിട്ടില്ല. അതിൽ വെട്ടിത്തിരുത്തുണ്ട്, എഴുതിയതിന്റെ മുകളിൽ കൂടെ എഴുതും ചെയ്തിരിക്കണം. ഞാനാണ് ഇത്തവണ പൂരിപ്പിച്ചത്. കറക്റ്റ് ആണ്. അല്ല, നിങ്ങളല്ല പ്രശ്നം, ഭരതൻപിള്ളയാണ് പ്രശ്നം. ഏതാണ് ഭരതൻപിള്ള? പഞ്ചായത്ത് സെക്രട്ടറി. നിങ്ങൾ ഈ ഒപ്പ് മേടിക്കാൻ പോയ ആള്. അയാൾക്ക് എന്താണ് ഇതിന് കാര്യം? അയാൾക്കല്ല പ്രശ്നം, അയാളുടെ പള്ളക്കാണ് പ്രശ്നം. അതായത് ഭരതൻ പിള്ളാന്ന് എഴുതേണ്ടോടത്ത് ഭരതൻ പള്ളാന്ന് എഴുതി. എന്നിട്ട് ആ പള്ള തിരുത്താൻ വേണ്ടിയിട്ട് പള്ളയുടെ മുകളിൽ കൂടെ പിള്ളാന്ന് എഴുതി. പിന്നെ എങ്ങനെ ഇത് ശരിയാവുക? ഞാനില്ല കേട്ടോ ഈ കളിക്ക്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ സാർ, ഇതിപ്പോ അയാൾ ചെയ്ത തെറ്റല്ലേ? അയാളോട് തിരുത്തി തരാൻ പറ. എന്റെ സാറേ, ഇതിലിപ്പോ ഞങ്ങൾ എഴുതിയതൊക്കെ ശരിയല്ലേ? അതെ. അപ്പൊ ചിലപ്പോ അങ്ങേരുടെ പേര് ഭരതം പള്ളയെന്നായിരിക്കും. ശരി, ഭരതൻ പള്ളയാണെങ്കിൽ ശരി. പിന്നെ എന്തിനാണ് അതിന്റെ മുകളിൽ ഒരു വള്ളി ഇട്ടത്? അപ്പൊ ഇതിലിപ്പോ പള്ളിന്നാണ് കേട്ടേക്കണേ. പള്ളിന്നല്ല, പിള്ളാന്ന്. പുള്ളിക്കാരൻ എന്ത് കാണിക്കണേ? ഇതിപ്പോ എന്താ ചെയ്യണ്ട സാറേ? ഇത് മാറ്റി കൊണ്ടുവരാണ്ട കിട്ടില്ല. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇത് മാറ്റാനൊന്നും ഇനി പറ്റൂല കേട്ടാ. ഇത് വെച്ച് ചെയ്യാൻ പറ്റും, ചെയ്യാം സാർ. ഇത് ചെയ്യാൻ പറ്റുമോ? അല്ലത് ആർക്ക് വേണ്ടിട്ട്? എനിക്ക് വേണ്ടിയിട്ടാണ്. എന്തൊരു ദിവസം അങ്ങനെ കൊടുന്നാ പറ്റും, ഇല്ലെങ്കിൽ പറ്റില്ല തന്നെ. എന്തൊരു കഷ്ടമാണ്. അവരും ഇവനെ ഓരോന്ന് ചെയ്ത് വെക്കണേനും ഇപ്പൊ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടണേ. അതെ, വ്യാജിയാണല്ലോ. കുറ്റം കിട്ടാൻ എന്താണെന്ന് ചോദിക്ക്. എന്താടാ? ആ കിട്ടിയാ? എവിടാ? വീട്ടിലിരിക്കണ? കൊണ്ടുവന്നാ? ആ ഞങ്ങൾ എന്നാ ശരി ശരി ശരി, വെച്ചോ. അവനവിടെ വീട്ടിലിരിക്കുകയാണെന്ന്. അവൻ പോസ്റ്റ്മാൻ കൊണ്ടുവരുമെന്ന്. ഇപ്പൊ എന്ത്? ആധാർ കാർഡ് റെഡി ആയിരുന്നു. ശരിയായോ? അവൻ ശരിയാക്കിയെന്ന്. ആധാർ കാർഡ് ശരിയാ? ആ ശരിയായിട്ടുണ്ട്. അതെങ്ങനെ? അത് ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ കൊണ്ടുവരൂ. സാർ ശരിയായി, ഇനിയിപ്പൊ വേണ്ടല്ല. അല്ല അത് അല്ല അതെങ്ങനെ ശരിയാവുക? കണ്ടവര சொல்லுங்க, சிதலன கையோட கூட்டி பாருங்க. ആ ശീതളേട്ടാ, ഞാൻ കുറച്ചു നേരം വന്നിരിക്കണതേ. ഇതെവിടെ പോയി കിടക്കായിരുന്നു? നീ എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ ഒരാഴ്ചയായിട്ട് ചെറിയ ഫ്ലൈയിങ് ആയിപ്പോയി. അപ്പൊ ഫോൺ എടുക്കാഞ്ഞതല്ല, ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഫോൺ അറിയാത്തത് എങ്ങനെ? ഫോൺ കയ്യിൽ തന്നെയുള്ള ഒരു കമ്പനി പെട്ടിട്ടേ ഈ നമ്മുടെ പോസ്റ്റ്മാനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ട്. അപ്പൊ നമ്മുടെ കാർഡ് ക്ലിയർ ആയിട്ടുണ്ട് അന്ന് തിരുത്തിയതേ. അത് ഇങ്ങനെ പറയണ വേണ്ടേ? അത് വേണം, കൊണ്ടുവരട്ടെ. ഇപ്പൊ കൊണ്ടുവരും അയാള്. ഞാനതാ ഫോണിൽ വിളിച്ചു പറഞ്ഞു. ആ അതിപ്പോ കൊണ്ടുവരുമോ? ആ ഞാനിപ്പോ വീട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുള്ളി 3-4 ദിവസമായി അതും കൊണ്ട് നടക്കണം. അത് കൊണ്ടുവരുമല്ലോ. നിങ്ങൾ അകത്തോട്ട് കയറാ. അയാള് അതെ വന്നല്ല. വാ ആളുണ്ട്. പുതിയ ആളാണല്ലോ. ആ ഇതാണ് ശീതളൻ. ചേട്ടാ, ചേട്ടന്റെ ലെറ്ററേ ഞാൻ ചേട്ടന്റെ അഡ്രസ്സിൽ കൊണ്ടുപോയി കൊടുത്തപ്പോഴത്തേക്കും ശീതളം എന്ന് പറഞ്ഞ ആളവിടെ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ ലെറ്റർ എഴുതി തന്നിട്ടുണ്ട്.
സുമേഷ് എന്നുള്ള ഒരാള്. അതെ, പിന്നെയും സുമേഷ് ഏട്ടന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തേക്കാണ്. എടാ അഡ്രസ് മാറ്റി ഇല്ല, കൊടുത്തില്ല. ആ അഡ്രസ് നമ്മൾ ചേഞ്ച് ചെയ്ത് ഇപ്പൊ ഈ പുതിയ വീടിന്റെ അഡ്രസ്സിലാണ് ആക്കിയാണ്. നിങ്ങൾ കൊടുത്തേര്, അത് തിരുത്തിയിട്ടുണ്ട്. തിരുത്തിയിട്ടില്ല ചേട്ടാ. ആധാറിൽ വന്നേക്കണ പുതിയ അഡ്രസ് അത് തന്നെയാണ്. ശീതളൻ സുമേഷ് ഭവനം അരിയൂർ PO. നീ എന്തെന്നാണ് എഴുതി കൊടുത്തത് അവിടെ? കറക്റ്റ് ആയിട്ടാണ് എഴുതി കൊടുത്തത്. അത് ചിലപ്പോ കമ്പ്യൂട്ടർ എററാ, സർവർ എററാ, എന്തായാലും എററായിരിക്കുള്ളൂ. നീ അറകുറ പണിയൊന്നും പറഞ്ഞോണ്ട് ചേട്ടാ ഇപ്പൊ അവിടെ മരിച്ചോ എന്നും പറഞ്ഞ് ലെറ്റർ എഴുതി തന്ന സ്ഥിതിക്ക് ഇനി തിരിച്ചയക്കാൻ നിവർത്തിയുള്ളൂ. തരാൻ പറ്റില്ല. അല്ല അങ്ങനെ പറ്റൂല, ഞങ്ങൾക്ക് ഇപ്പൊ ആധാർ വേണ്ടേ? അയ്യോ തരാൻ പറ്റില്ല ചേച്ചി. ഇതിപ്പോ അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുകയാണ്. എനിക്ക് ആധാർ വേണ്ടേ? എനിക്ക് എന്റെ അഡ്രസ്സിൽ കിട്ടണമല്ല ഇത്. അങ്ങനെയാണെങ്കിൽ ചേർന്നൊരു കാര്യം ചെയ്യും. ഈ ആളും ഈ അഡ്രസ്സുള്ള ആളും ഒരാളാണെന്നേ. അല്ല, ആള് രണ്ടാളും ഒന്നാണെന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് എഴുതി ഒപ്പിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ തരാം. ഇനി വേറെ സർട്ടിഫിക്കറ്റാ? അത് കുഴപ്പമില്ല ശീതളേട്ടാ, ഓൺലൈനിൽ കൂടി വില്ലേജിൽ നമുക്ക് മേടിക്കാമല്ല. ഒരു 500 നോട്ടും എടുത്തേ.